വഹാബിസം എന്ന പേരിൽ അഭിവന്ദരായ മൗലാന അവറുകൾ നല്ല കട്ടിയുള്ള പുസ്തകം, 1-ാം വാള്യം, അതുപോലെ തന്നെ 2-ാം വാള്യം, 2 പുസ്തകങ്ങളായി ഇത് കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരിക ഗ്രന്ഥം എന്ന രൂപത്തിൽ തന്നെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന 2 ബൃഹത്തായ ഗ്രന്ഥമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വായനയോടും പ്രസംഗത്തിനോടും വളരെ താല്പര്യമായിരുന്നു എനിക്ക്. ധാരാളം പുസ്തകങ്ങളും മാസികകളും ലേഖനങ്ങളും വായിക്കും, പ്രസംഗങ്ങൾ കേൾക്കും. കൂട്ടത്തിൽ കേരളത്തിലെ വഹാബി നേതാക്കളുടെ പ്രസംഗങ്ങളും വഹാബി മാസികകളും പുസ്തകങ്ങളൊക്കെ വായിക്കും. 1996 മുതൽ എൻ്റെ വായനയും ഈ പ്രസംഗം കേൾക്കലും കൂടി. അതിന് കാരണമായത് എൻ്റെ ഒരു സുഹൃത്ത് വഹാബി ലൈനിലേക്ക് അവൻ്റെ ചിന്ത ചാഞ്ഞപ്പോൾ അവനിലൂടെ മുജാഹിദ് നേതാക്കളുടെ പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങൾ ധാരാളം കേൾക്കാൻ അവസരമുണ്ടായി. അങ്ങനെ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ അന്നത്തെ ഓഡിയോ കാസറ്റ് 60-ന്റെ 90-ന്റെ, അതായത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ദൈർഘ്യമുള്ള കാസറ്റ് 90-ന്റെ 40 കാസറ്റുകൾ ഒരു ബോക്സിലായി എനിക്ക് ആ സുഹൃത്ത് എത്തിച്ചു തന്നു. അത് മുഴുവനും ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആ പ്രസംഗത്തിൽ പറയുന്നത് ശരിയാണ്, അതിൽ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നി. സംശയങ്ങൾ ധാരാളം ഉണ്ടായി. ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി അന്ന് എൻ്റെ കൈവശം ഇന്നും ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ തെറ്റാവൂല അത്രയും ഓഡിയോ കാസറ്റുകളുണ്ട്. അത് ഇന്ന് ജീവിക്കുന്നവരുണ്ട്, മുമ്പേ കാലത്ത് മരണപ്പെട്ടു പോയ സുന്നി നേതാക്കൾ ഉസ്താദുമാരുടേതുണ്ട്, ഇന്നുമുണ്ട്. ആ പ്രഭാഷണങ്ങളിൽ നിന്ന് എൻ്റെ സംശയം തീരാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ സെലക്ട് ചെയ്തു, അതൊക്കെ കേട്ടു. പക്ഷേ ഈ വഹാബി മൗലവിന്റെ പ്രസംഗത്തിൽ എനിക്കുണ്ടായ സംശയം തീർക്കാൻ അത് പര്യാപ്തമായില്ല. എൻ്റെ സംശയം തീർന്നില്ല. കൂടുതൽ കാസറ്റുകളും പുസ്തകങ്ങളും ഞാൻ വാങ്ങി എൻ്റെ അന്വേഷണം തുടർന്നു. എൻ്റെ സംശയത്തിന് അയവ് വന്നില്ല. സംശയം വീണ്ടും വീണ്ടും കൂടിക്കൂടി വന്നു. എൻ്റെ അന്വേഷണം അവസാനം വണ്ടൂർ ജാമിയ വഹബിയയിലേക്ക് എന്നെ എത്തിച്ചു. യഥാർത്ഥത്തിൽ ജാമിയ വഹബിയ എന്ന കോളേജിൽ പഠിക്കുവാനോ അവിടെ ചേരുവാനോ വേണ്ടി എൻ്റെ നാട്ടിൽ നിന്ന് സത്യത്തിൽ ഞാൻ പുറപ്പെട്ടതല്ല. കോഴിക്കോടും കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ യാത്ര വണ്ടൂരിലേക്ക് ഞാൻ തിരിക്കുന്നത്. വണ്ടൂരിലെത്തി മഹാനായ ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് അവരുടെ വസതിയിലേക്ക് ഞാൻ ചെന്നു. മൗലാനയെ കാണുന്നതിന് മുൻപ് വരെ എൻ്റെ മനസ്സിൽ മഹാനരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമായിരുന്നില്ല. ഞാൻ പല പ്രസംഗങ്ങളും പലരുടേതും കേട്ടിട്ട് മഹാനരെ സംബന്ധിച്ചു എൻ്റെ മനസ്സിൽ വേറൊരു ധാരണയായിരുന്നു. എൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ ധാരണ തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ആയിരുന്നു മഹാനരുടെ പെരുമാറ്റം. അത് കഴിഞ്ഞ് യാദൃശ്ചികമായി ഞാൻ ജാമിയ വഹബിയിൽ പഠിക്കാൻ വേണ്ടി ചേർന്നു, കോളേജിൽ ചേർന്നു. 4 വർഷം ഞാൻ ജാമിയ വഹബിയിൽ മഹാന്മാരായ ഉസ്താദുമാരുടെ കീഴിൽ പഠിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല എനിക്ക് തന്നു. നമുക്കൊരു സംശയം മനസ്സിലുണ്ടായാൽ അത് തീർക്കാൻ വേണ്ടി ഏതറ്റം വരെയും നമ്മൾ പരിശ്രമിക്കണം. ആ പരിശ്രമം അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് എൻ്റെ മഹാന്മാരായ പിതാമഹന്മാരുടെ ബറക്കത്ത് കൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അല്ലാഹു തആല വഴികൾ ഒരുക്കി തന്നു. ജാമിയ വഹബിയയിൽ ഞാൻ ചേർന്നു. മഹാനായ മൗലാന അവറുകളുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തു. വണ്ടൂർ അങ്ങാടിപ്പള്ളിയിൽ മാസാന്തം അന്ന് ഒരു ക്ലാസ് ആരംഭിച്ചിരുന്നു. ആ ക്ലാസ്സിലെ 1, 2, 3-ാമത്തെ ക്ലാസ് എന്ന് ആണ് എൻ്റെ ഓർമ്മ. ആ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട മൗലാന അവറുകൾ നടത്തിയ ആ ഒരു ക്ലാസ്സാണ് ഈ വഹാബി മൗലവിയുടെ 40 കാസറ്റുകൾ, 90-ന്റെ 40 കാസറ്റുകളിലെ എല്ലാ സംഗതികളെയും ഏതാനും മിനിറ്റുകളുള്ള ആ പ്രസംഗത്തിൽ ക്ലാസ്സിൽ എൻ്റെ മനസ്സിൽ നിന്ന് മഞ്ഞുരുകുന്നത് പോലെ ഉരുകി അങ്ങ് തീർന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി അഭിവന്യരായ മൗലാന അവറുകളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ശരിയായ വിധത്തിൽ പഠിച്ചു മനസ്സിലാക്കി അവതരിപ്പിക്കാൻ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ 100% അതിന് പ്രാപ്തിയുള്ള ആള് മഹാനരാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയെയോ അഭിവന്യരായ മൗലാന അവറുകളെയോ പഠിച്ചു മനസ്സിലാക്കിയിട്ടും വണ്ടൂരിലേക്ക് എത്തിയ ആളല്ല. അവിടെ പോയതിനു ശേഷം
പറഞ്ഞാൽ ഏകദേശം ഒരു വർഷക്കാലം ഒരു ചാരനെ പോലെയായിരുന്നു വണ്ടൂർ ജാമിയ വഹബിയയിൽ ഞാൻ കഴിഞ്ഞുകൂടിയത്. ശരിക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ മൗലാന അവറുകളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ശരിയായ വിധത്തിൽ പഠിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഏത് വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൻ്റെ കൃത്യ അളവിൽ ശരിയായ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ക്ലിയറായി അവതരിപ്പിക്കാൻ അഭിവന്യരായ മൗലാനയേക്കാൾ പ്രാപ്തിയുള്ള ഒരാളെ എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ ഒരു അനുഭവമാണ്. ഞാനിത് പറയുന്നത് സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും കേരളത്തിലെ വഹാബികളുമായി സുന്നത്ത് ജമാഅത്തിനുള്ള അഭിപ്രായ ഭിന്നത എന്താണെന്നും കേരളത്തിലെ എല്ലാ ദായികൾ, പ്രബോധകർ, പ്രസംഗിക്കുന്ന ആളുകൾ, ഉസ്താദുമാർ, മുഅല്ലിമുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഞാനൊന്ന് കാണുന്നത് അർഹതയില്ലാത്ത ആളുകൾ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്, ആചാരം എന്താണ് എന്ന് കൃത്യമായി പഠിക്കാത്ത ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വേദികൾ കയ്യേറി പ്രസംഗിക്കുന്ന ആളുകളായി സുന്നത്ത് ജമാഅത്ത് പറയുന്നവരായി മാറിയത് വലിയ അപകടം സൃഷ്ടിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്താണെന്ന് അവർ പഠിച്ചിട്ടില്ല. എന്താണ് ഈ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് എന്ന് അറിയില്ല. പലതും പല പ്രസംഗങ്ങളിൽ നിന്നും കേട്ടിട്ട് ആളുകളൊക്കെ സംവാദം നടത്തുന്ന ആളുകളായിട്ടും പ്രസംഗിക്കുന്ന ആളുകളായിട്ടും വഹാബികൾക്ക് മറുപടി പറയുന്ന ആളുകളായിട്ടും എഴുന്നള്ളുകയാണ്. ഒരുപാട് അബദ്ധങ്ങളാണ് ഇതുമൂലം സമുദായത്തിൽ ഉണ്ടാകുന്നത്. ധാരാളം ആളുകൾ വിദേഹത്തിലേക്ക് കടന്നു പോകാൻ കാരണവും അർഹതയില്ലാത്ത ഇത്രയും ആളുകൾ പ്രഭാഷണ വേദിയിൽ, പ്രസംഗവേദിയിൽ, പ്രബോധന വേദികളിൽ സജീവമായി എന്നതാണ്. ഇത് വലിയൊരു അപകടമാണ്. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് അഭിവന്യരായ മൗലാന അവറുകൾ രചിച്ച പുസ്തകം നുസ്രത്തുൽ അനാം മാസികയിൽ നിരന്തരമായി എഴുതിയിരുന്ന ലേഖനങ്ങളുടെ സമാഹാരം വഹാബിസം എന്ന പേരിൽ അഭിവന്യരായ മൗലാന അവറുകൾ നല്ല കട്ടിയുള്ള പുസ്തകം, 1-ാം വാള്യം, അതുപോലെ തന്നെ 2-ാം വാള്യം, 2 പുസ്തകങ്ങളായി ഇത് കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരിക ഗ്രന്ഥം എന്ന രൂപത്തിൽ തന്നെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന 2 ബൃഹത്തായ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം സാധാരണക്കാരും പ്രഭാഷണങ്ങൾ നടത്തുന്ന സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും വായിക്കേണ്ട, ആധികാരികമായി സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബൃഹത്തായ ഗ്രന്ഥമാണ്. എല്ലാ നേതാക്കളും സുന്നി പണ്ഡിതന്മാരും ഈ പുസ്തകങ്ങൾ വായിച്ച് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്നും എന്താണ് വഹാബികളുമായി നമുക്കുള്ള അഭിപ്രായ ഭിന്നത എന്നും ശരിക്കും മനസ്സിലാക്കണം. അത് ഈ പുസ്തകത്തിലൂടെ തീർത്തും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല ഹഖിനെ ഹഖായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനും ബാത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കി ജീവിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.